ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളുടെയും പേര് മാറ്റാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അസം, ബംഗാൾ രാജ്ഭവനുകളുടെ പേര് മാറ്റി വിജ്ഞാപനം പുറത്തിറക്കി. രാജ്ഭവൻ ലോക് ഭവൻ ആക്കണമെന്ന ആശയം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചത് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അങ്ങനെ പേര് മാറ്റാൻ പോവുകയാണ്. പേര് മാറ്റാനുള്ള നിർദ്ദേശം നമ്മുടെ കേരള ഗവർണറാണ് മുന്നോട്ട് വെച്ചതെന്നും കേൾക്കുന്നു. രാജ്ഭവൻ ലോക് ഭവൻ ആകുമ്പോൾ ആ പേര് മാറുമ്പോൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? രാജ്ഭവൻ എന്ന പേര് ബ്രിട്ടീഷ് കൊളോണിയലിന്റെ സ്വാധീനമുള്ള പേരാണ്, അതിന്റെ പൈതൃകം പേറുന്ന പേരാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവർണർമാരുടെ യോഗത്തിൽ തന്നെ രാജേന്ദ്ര അർലേക്കർ ഈ ആശയം ദില്ലിയിലെ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. രാജ്ഭവന്റെ പേര് മാറ്റി ലോക് ഭവൻ, ജനങ്ങളുടെ, ലോക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ജനങ്ങളുടെ ഭവനം അതാണ് രാജാവിന്റെ അല്ലെങ്കിൽ രാജഭരണത്തിന്റെ കൊളോണിയൽ ശേഷിപ്പല്ല, ജനങ്ങളുടെ ഭവൻ ലോക് ഭവൻ എന്നാക്കി പേര് മാറ്റുന്നു. നമുക്ക്